CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നേമത്ത് SDPI പിന്തുണയിൽ വിജയിച്ച CPIM-ന് SDPI UDF നൽകിയ പിന്തുണയെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് കെ മുരളീധരൻ. മുരളി മന്ദിരത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആലത്തൂർ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ കടവല്ലൂർ പഞ്ചായത്തിലെ രണ്ടാംഘട്ട പര്യടനം ഒറ്റപ്പിലാവ് സെന്ററിൽ നിന്നും ആരംഭിച്ചു. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുമ്പാകെയാണ് 4 സെറ്റ് പത്രിക സമർപ്പിച്ചത്. കടവല്ലൂരിൽ വീടിന് തീപിടിച്ചു. ആലങ്ങോട് പറമ്പിൽ അമ്മിണി പാപ്പിഞ്ചുവിന്റെ വീടിനാണ് തീപിടിച്ചത്. ചൂണ്ടൽ പാടശേഖരത്തിൽ തീപിടുത്തം. കുന്നംകുളം അഗ്നിരക്ഷാസേനയെത്തി തീ അണച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് പാടശേഖരത്തിൽ അഗ്നിബാധയുണ്ടായത്. മാതൃഭൂമിയുടെ മുതിർന്ന ലേഖകൻ ജനു ഗുരുവായൂർ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. 4 പതിറ്റാണ്ടിലേറെയായി മാതൃഭൂമിയുടെ ഗുരുവായൂർ ലേഖകനായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് ചിറ്റഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറിയ അപകടം. സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്കേറ്റു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികൻ അബോധാവസ്ഥയിലാണ്. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദൈവാലയത്തിലെ ഊട്ടുതിരുനാൾ സമാപിച്ചു. ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 106ാമത് സംയുക്ത ഊട്ടുതിരുനാളാണ് 3 ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ദേശീയപാതയിലെ മന്ദലാങ്കുന്നിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് PWD റോഡ് അടച്ചുപൂട്ടിയത് ധിക്കാരമെന്ന് സർവകക്ഷി കൂട്ടായ്മ. ഉപ്പുങ്ങൽ വടക്കേപ്പടവ് കോൾകൃഷി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പാലായിക്കൽ കടവ് അഷ്റഫിന്റെ പാടശേഖരത്തിൽ നടത്തിയ കൊയ്ത്തുത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് അന്യസംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. ഉത്തർപ്രദേശ് സ്വദേശി കാസിമിനാണ് പരിക്കേറ്റത്. ആർത്താറ്റ് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ പുതുഞായർ തിരുനാൾ ഏപ്രിൽ 5, 6, 7, 8 തീയതികളിലായി ആഘോഷിക്കും. വിശുദ്ധ തോമാസ് ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരത്തിലെ 20 വിദ്യാർത്ഥിനികളുടെ കഥകളി ചൊല്ലിയാട്ടം അരങ്ങേറ്റം ഭക്തി നിർഭരമായി. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു അരങ്ങേറ്റം. നാടകങ്ങളുടെ ഹൃദയത്തുടിപ്പുകളായ നാടകക്കളരിയെ അനുസ്മരിപ്പിക്കുന്ന അഭിനയ പരിശീലനത്തിന് വേലൂരിൽ നാളെ തുടക്കമാകും. ഏപ്രിൽ 5 മുതൽ 9 തീയതി വരെ വേലൂർ ഹൈസ്കൂൾ അങ്കണത്തിലാണ് നാടക അഭിനയ പരിശീലന കളരി നടക്കുന്നത്. മന്ദലാകുന്ന് പ്രദേശത്തെ ഖത്തർ പ്രവാസികളുടെ കൂട്ടായ്മയായ മന്ദലാകുന്ന് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. UAE-യിലെ കുന്നംകുളം NRI ഫോമിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.